ദിവസങ്ങൾക്ക് മുമ്പാണ് മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി ആരോഗ്യം വീണ്ടെടുക്കുകയാണെന്നും സ്ട്രോക്കിലൂടെ നഷ്ടപ്പെട്ട സംസാരശേഷി അമ്മയ്ക്ക് തിരിച്ചു കിട്ടിയെന്നുമുള്ള വാർത്ത പുറത്തുവന്നത്. ഇപ്പോഴിതാ ആ സന്തോഷ വാർത്തയ്ക്കു പിന്നാലെ ഒരു മരണവാർത്തയാണ് അമ്മയെയും നടൻ മോഹൻലാലിനെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് പുറത്തു വന്നിരിക്കുന്നത്. അമ്മ ശാന്തകുമാരിയുടെ മൂത്ത ചേട്ടൻ ഗോപിനാഥൻ നായർ മരണത്തിനു കീഴടങ്ങിയിരിക്കുകയാണ്. കുട്ടിക്കാലം മുതൽക്കേ മോഹൻലാലിന് ഏറെ അടുപ്പമുള്ള അമ്മാവനായിരുന്നു ഗോപിനാഥൻ നായർ. മാതാ അമൃതാനന്ദമയിയുടെ കഠിന ഭക്തനായിരുന്ന ഗോപിനാഥൻ നായരുടെ കൈപിടിച്ചാണ് മോഹൻലാൽ ആദ്യമായി അമ്മയുടെ ആശ്രമത്തിലേക്ക് പോകുന്നതും ഇപ്പോഴും വർഷങ്ങൾക്കിപ്പുറവും ആ ഭക്തി തുടരുന്നതും. അമൃതാനന്ദമയി അമ്മയോടുള്ള ആ ഭക്തിയും വിശ്വാസവുമാണ് തൻ്റെ അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത് എന്ന് കഴിഞ്ഞ ദിവസം മോഹൻലാൽ തുറന്നു പറയുകയും ചെയ്തിരുന്നു. അതേസമയം ഇപ്പോഴിതാ ഇന്ന് പുലർച്ചെയാണ് ഗോപിനാഥൻ നായരുടെ മരണം സംഭവിച്ചത്. പ്രായാധിക്യം മൂലമായിരുന്നു മരണം. 93 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. വർഷങ്ങളോളം മാതാ അമൃതാനന്ദമയിയുടെ ഭക്തനും ആശ്രമത്തിലെ സജീവ പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം. അമ്മാവനിലൂടെ അമൃതാനന്ദമയി അമ്മയുടെ ഭക്തനായി മോഹൻലാൽ മാറിയിട്ട് 55 വർഷത്തോളം പിന്നിട്ട് കഴിഞ്ഞു. അമ്മാവനിലൂടെ തിരിച്ചറിഞ്ഞ ആ അമ്മയുടെ സാന്നിധ്യവും ഭക്തിയും ഇന്നും മോഹൻലാൽ പിന്തുടരുന്നുണ്ട്. അമൃതാനന്ദമയി അമ്മയുമായി മോഹൻലാലിനെ കൂട്ടിച്ചേർത്ത കണ്ണിയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. അമൃതയിലെ ചികിത്സയിലൂടെയാണ് തന്റെ അമ്മയെ തനിക്ക് തിരിച്ചു കിട്ടിയത് എന്ന് മോഹൻലാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. 13 വർഷം മുമ്പ് സ്ട്രോക്ക് വന്ന് ആരോഗ്യപരമായി നിരവധി പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന അമ്മയുടെ ചികിത്സ കൊച്ചി അമൃത ആശുപത്രിയിലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു നടന്നത്. അമ്മയെ അമൃതയിൽ ചികിത്സയ്ക്കെത്തിച്ചപ്പോൾ ഇത് തനിക്കൊരു വീട് പോലെ തന്നെയായിരുന്നു. അമ്മയുടെ മുറിയുടെ ഓപ്പോസിറ്റായിരുന്നു മോഹൻലാലിനും മുറിയൊരുക്കിയത്. അമ്മയുടെ ചികിത്സാകാലത്തുടനീളം അദ്ദേഹമായിരുന്നു ആശുപത്രിയിൽ അമ്മയ്ക്ക് കൂട്ടിരുന്നതും. 13 വർഷം മുമ്പ് അമ്മയ്ക്ക് സംഭവിച്ച സ്ട്രോക്കിന് ശേഷം ജീവിതത്തിലേക്ക് അമ്മയെ തിരിച്ചെത്തിക്കുവാൻ സാധിച്ചത് ഈ ചികിത്സയിലൂടെയാണെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു. ഈ ഡിപ്പാർട്ട്മെന്റിലെ വിദഗ്ധരായ ഡോക്ടർമാരാണ് തനിക്ക് അമ്മയെ തിരിച്ചു നൽകിയത് എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ന്യൂറോ വിഷയങ്ങളായി സംസാരിക്കുവാനാകാത്ത അവസ്ഥയായിരുന്നു അമ്മയ്ക്ക്. അതിൽ ഏറെ സഹായിച്ചത് അമൃതയിലെ ന്യൂറോ ഡോക്ടർമാരാണ്. ഇന്ന് താൻ ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് ഫോൺ ചെയ്യുമ്പോഴും അമ്മയ്ക്ക് സംസാരിക്കാനാകും. അമ്മയുടെ അടുത്തെത്തുമ്പോൾ വാത്സല്യത്തോടെയുള്ള പെരുമാറ്റം കിട്ടാനും സഹായിച്ചത് മാതാ അമൃതാനന്ദമയി ദേവിയുടെ കൃപയും ഇവിടുത്തെ ഡോക്ടർമാർ നൽകിയ സേവനവും കൊണ്ടാണെന്ന് ലാലേട്ടൻ പറഞ്ഞിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.